ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സും അടുത്തൊരു ക്ലാസ്സോടുകൂടെ ഈ സൂറത്ത് പൂർത്തിയാകാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 18-ാം അധ്യായത്തിലെ 102, 103, 104, 105, 106 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ഒന്ന് ഓതാം, എല്ലാവരും ശ്രദ്ധിക്കുക. ശേഷം അതിൻ്റെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഹസിബല്ലദീന കഫറൂ അൻ യത്തഖിദൂ ഇബാദി മിൻ ദൂനി ഔലിയാ ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുലാ ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാലാ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. നമുക്കിതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാം. പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ഒരു ഭയം, അത് സ്വാഭാവികമായും വിശ്വാസികളിലുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്ര തന്നെ നന്നായി ചെയ്താൽ പോലും അത് അള്ളാഹു സ്വീകരിക്കുമോ എന്നൊരു ഭയം. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞ വജ്ലത്ത് ഖുലൂബുഹും എന്നാണ്. അള്ളാഹു അവർക്ക് നൽകിയെന്ന് ചെലവഴിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളും. അതവർ വ്യഭിചരിച്ചത് കൊണ്ടോ കള്ളുകുടിച്ചത് കൊണ്ടോ മദ്യപിച്ചത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് അള്ളാഹു തങ്ങളുടെ കർമ്മങ്ങളെ സ്വീകരിക്കുമോ സ്വീകരിക്കില്ലയോ എന്ന ആശങ്ക അതൊരു വിശ്വാസിക്കുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കഅബ നിർമ്മിച്ചപ്പോഴും റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം, നാഥ ഞങ്ങളത് സ്വീകരിക്കണേന്ന് അള്ളാഹുവോട് പ്രാർത്ഥിച്ചത് നമുക്കറിയാൻ പറ്റും. ഈ ഒരാശങ്ക എല്ലാം തികഞ്ഞ ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഒരവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവർത്തനങ്ങൾ നിരാകരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവർത്തിച്ച കർമ്മങ്ങൾ നിഷ്ഫലമായി പോവുക എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരവും സങ്കടകരവുമായിട്ടുള്ള കാര്യമാണ്. ഭൗതിക ജീവിതത്തിൽ തന്നെ നാം വളരെയധികം പ്രതീക്ഷയോടുകൂടെ ഉണ്ടാക്കിയ നമ്മുടെ സ്വപ്ന ഭവനം, വീട്, അതിൻ്റെ ഏറ്റവും നല്ല അതിൻ്റെ റൂഫിൽ, അതിൻ്റെ മേൽക്കൂരയിൽ, അതിൻ്റെ കോൺക്രീറ്റിൽ ഒരു വിള്ളൽ കണ്ടാൽ അതെത്രമാത്രം നമ്മെ വിഷമിപ്പിക്കുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. എന്തും നമ്മുടെ അധ്വാനം. പരീക്ഷയിൽ തോൽക്കുന്നൊരു കുട്ടി സങ്കടപ്പെടുന്നത് അവൻ്റെ അധ്വാനം പാഴായിപ്പോകുന്നതിലുള്ള ദുഃഖം കൊണ്ടാണ്. എന്നാൽ ഏറ്റവും വലിയ ഖേദത്തിൽ അകപ്പെടുന്നവരാണ് അവിശ്വാസികൾ. പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകുവാനുള്ള അനേകം കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് വിശ്വാസമാണ്. ശിർക്ക് ചെയ്യുന്നവൻ്റെ പ്രവർത്തനങ്ങൾ അത് നിഷ്ഫലമായി പോകും. വിശ്വാസത്തിൽ എന്ത് തകരാറ് വന്നാലും, അള്ളാഹുള്ള വിശ്വാസം, മലക്കുകളുടെ വിശ്വാസം, പ്രവാചകന്മാരുടെ വിശ്വാസം, വിധിയിലുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, ഏത് വിശ്വാസത്തിലും തകരാറ് വന്നാലും അതവൻ്റെ കർമ്മങ്ങളെ പ്രതികൂലമായി ബാധിക്കും. നരകമായിരിക്കും അവൻ്റെ ആത്യന്തികമായ പരിണിതി
എന്ന് താക്കീത് ചെയ്യുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇവിടെ ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് വിരുദ്ധമായത് സംഭവിക്കുന്നതിനെക്കുറിച്ച് എല്ലാ സന്ദർഭത്തിലും നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് മാതൃകയോട് ഇത്തിബാഅ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും സ്വീകരിക്കുവാനുള്ള നിബന്ധനകളിലൊന്നാണ്. മറ്റൊന്ന്, ആത്മാർത്ഥമായി നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശശുദ്ധി അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം നമുക്കുണ്ടാവണം. അപ്പോൾ കർമ്മങ്ങൾ നിഷ്ഫലമാകുന്നതിനെക്കുറിച്ചുള്ള ശക്തമായ താക്കീതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ 102-ാമത്തെ ആയത്ത് മുതലുള്ളത്. ആദ്യത്തെ വചനം ശ്രദ്ധിക്കൂ. അഫഹസിബല്ലദീന കഫറൂ അൻ യത്തഖിദൂ ഇബാദി മിൻ ദൂനി ഔലിയാ. അഫഹസിബല്ലദീന കഫറൂ അൻ യത്തഖിദൂ ഇബാദി മിൻ ദൂനി ഔലിയാ. എന്നാൽ അവിശ്വസിച്ചവർ വിചാരിക്കുന്നുണ്ടോ? അഫ ഹസിബല്ലദീന, ഹസിബ വിചാരിക്കുക, അല്ലദീന കഫറു അവിശ്വസിച്ചരായ ആളുകൾ എന്നാൽ വിചാരിക്കുന്നുണ്ടോ? ഐ യത്തഖിദു ഇബാദി മിൻ ദൂനി ഔലിയ, എനിക്ക് പുറമെ എൻ്റെ അടിയാന്മാരെ, എൻ്റെ ദാസന്മാരെ രക്ഷാധികാരികളായി സ്വീകരിക്കാമെന്ന് എൻ്റെ അടിമകളെ, അള്ളാഹു അല്ലാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ, അള്ളാഹുവിൻ്റെ അടിമകളെ, അള്ളാഹുവിൻ്റെ ദാസന്മാരെ ഔലിയാക്കളായി, അള്ളാഹുവിന് പുറമെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കാമെന്ന് അവിശ്വാസികളായ ആളുകൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ്. ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാനും വിളിച്ചു പ്രാർത്ഥിക്കുവാനും പാടുള്ളതാണ്. നാളെ പരലോകത്തുള്ള അള്ളാഹുവിൻ്റെ വിചാരണയിൽ ഈ കാര്യം വളരെ വ്യക്തമാകുന്നുണ്ട്. ഇഹലോകത്ത് അള്ളാഹു അല്ലാത്ത പ്രവാചകന്മാരെ, സ്വാലിഹീങ്ങളെ, ശുഹദാക്കളെ ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിൽ നമുക്ക് ലഭിക്കേണ്ട അഭൗതികമായ രക്ഷകളെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നുവെന്നത് ശിർക്കോടുകൂടെയാണ്. അമാ അക്തറുഹും ഇല്ലാഹു മുശ്രിക്കും, അവരധികം ആളുകളും ശിർക്കോടുകൂടെയാണ് വിശ്വസിക്കുന്നത് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധാരാളം ആളുകളെ അവരെന്ത് ചെയ്യുന്നു? രക്ഷാകർത്താക്കളായി സ്വീകരിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ രക്ഷാകർത്താക്കളെ സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ഒട്ടേറെ രംഗങ്ങൾ ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. വയൗമ യഹ്ശുറുഹും ജമിഅൻ, ആരാധിച്ചവരെയും ആരാധിക്കപ്പെട്ടവരെയും എല്ലാവരെയും നാളെ പരലോകത്ത് കൊണ്ടുവരും. അതിൽ മലക്കുകളെ ആരാധിച്ചവരുണ്ട്, പ്രവാചകന്മാരെ ആരാധിച്ചവരുണ്ട്, അവരോട് പ്രാർത്ഥിച്ചവരുണ്ട്, അവരോട് ആഗ്രഹ സഫലീകരണങ്ങൾ നടത്തിയവരുണ്ട്. എല്ലാവരെയും അവിടെ കൊണ്ടുവരും. ثم يقول للملائكة أهؤلاء إياكم كانوا يعبدون. അവർ നേരെ ചോദിക്കും മലക്കുകളോട്, നിങ്ങളാണോ ഇവർ ആരാധിച്ചിരുന്നത്? ആലോചിച്ച് നോക്കും നിങ്ങൾ. ഈസാ നബി ആരാധിച്ചവരോട് അവിടുന്ന് ചോദിക്കും. ഓരോരുത്തരെയും അവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? അള്ളാഹു വിചാരണ ചെയ്യുന്ന രംഗങ്ങളുണ്ട്. അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിച്ചവർ നിസ്സഹായവരായി പോകുന്ന രംഗം അള്ളാഹു തന്നെ പറയുന്നുണ്ട്. കുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും വലാ തഹ്വീലാ. നബിയെ പറയാം, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ, അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ നീക്കിക്കൊടുക്കാനോ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇടപെടാനോ അവർക്ക് സാധ്യമല്ല എന്ന കാര്യം. അപ്പോൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുക, ഇബാദത്തുകൾ മുഴുവനും അവന് മാത്രമാവുക എന്നുള്ളതാണ് ഇസ്ലാം. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും. നാളെ പരലോകത്ത് അവരങ്ങേയറ്റത്തെ ദുഃഖത്തിലാവും. ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുലാ. ഇന്ന അഅ്തദ്ന, തീർച്ചയായും നാം തയ്യാറാക്കിയിട്ടുണ്ട്, ജഹന്നം നരകത്തെ, ലിൽ കാഫിരിന, സത്യനിഷേധികൾക്ക്, നുസുലൻ, ഒരു വിരുന്നായിക്കൊണ്ട്.
ഒരു വിരുന്നു സൽക്കാരമായി. നരകത്തെക്കുറിച്ച് അള്ളാഹു പറയണം, ഒരു വിരുന്നു സൽക്കാരം. അതാണ് അവർക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം. അപ്പോൾ നാളെ അവർക്ക് നരകമാണ് ലഭിക്കാൻ പോകുന്നത്. ഷിർക്ക് ചെയ്യുന്നവൻ നരകത്തിലെത്തും, ഷിർക്കില്ലേ അവൻ സ്വർഗത്തിലെത്തുവാനുള്ള അവസരമുണ്ട് അവന് നാളെ പരലോകത്ത്. തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിച്ചാൽ പോലും തിരിച്ചു വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഷിർക്കിൻ്റെ ചെറിയൊരു അംശം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ വിശ്വാസങ്ങൾക്കിടയിലൂടെ, ആരാധനകൾക്കിടയിലൂടെ, ധാരണകൾക്കിടയിലൂടെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ അത്തരം ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ധാരണകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ജീവിത പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ പല ആളുകളും ഇത്തരം തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നാം ഗൗരവമായി ഇതിനെ കാണണം. ഷിർക്ക് സംഭവിച്ചു പോകാതെ. ഇൻ അശ്റക്ത ലയഹ്ബത്തൻ അമലു, പ്രവാചകരെ താങ്കൾ തന്നെ ഷിർക്ക് ചെയ്താലും താങ്കളുടെ അമലുകളെല്ലാം പാഴായി പോകുമെന്നാണ്. അടുത്ത വചനത്തിൽ അള്ളാഹു ഈ കാര്യം വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല. ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കൂ, പറയുക. ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ബിൽ അഖ്സരീന അഅ്മാല, പ്രവർത്തികൾ ഏറ്റവും നഷ്ടപ്പെട്ടവരെക്കുറിച്ച്. അഖ്സർ ഏറ്റവും നഷ്ടപ്പെട്ടവനാണ്. പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം നഷ്ടപ്പെട്ടവരെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് അവരോട് ചോദിക്കാം. അമലുകളെ നിഷ്ഫലമായി പോകുക. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും നാളെ പരലോകത്ത് ലഭിക്കും. നമ്മുടെ മക്കൾക്ക് ചെലവ് കൊടുക്കുന്നതിന് പോലും നമുക്ക് സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കും. നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്ന് നമ്മളറിയാതെ പക്ഷികളോ മോഷ്ടാക്കളോ എന്തെങ്കിലും കൊണ്ടുപോയാൽ അതിന് പോലും പ്രതിഫലം തരാമെന്നാണ്. ഒരു ചെറിയ വേദനയ്ക്ക് പോലും പ്രതിഫലം തരും. ഈ പ്രതിഫലങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയും? ഈമാൻ വേണം, വിശ്വാസം വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യൂല, നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും അവിടെ സ്വീകരിക്കപ്പെടാതെ പോകും. ഇഖ്ലാസ് പ്രധാനമാണ്. അമലുകളിൽ മുതാബഅത്തുർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവർത്തനങ്ങളോട് യോജിക്കണം. നിസ്കരിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. ഷിർക്കില്ലാതിരിക്കണം. ഈ നിബന്ധനകൾ പാലിച്ചിട്ടില്ലാത്തവരുടെ പ്രവർത്തനങ്ങൾ പാഴായി പോകുമെന്നാണ്. പക്ഷേ ഖുർആൻ വ്യക്തമാക്കുന്ന വളരെ വലിയൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇങ്ങനെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന എത്രയോ ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഏറ്റവും നല്ല പ്രവർത്തനവും നാളെ പരലോകത്ത് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന കാര്യവുമാണ് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവർ വിചാരിക്കുന്നു. الذين ضل سعيهم في الحياة الدنيا الذين ضل سعيهم في الحياة الدنيا അവർ യാതൊരു കൂട്ടരാണ്. എന്താണ് വല്ല സഅയ്ഹും, അവരുടെ പരിശ്രമങ്ങൾ പിഴച്ചു പോയിരിക്കുന്നു. ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിൽ അവരുടെ അധ്വാനങ്ങൾ വെറുതെ ആയിരിക്കുന്നു. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. വഹും യഹ്സബൂന, എന്നാൽ തീർച്ചയായും അവർ വിചാരിക്കുന്നു, അന്നഹും യുഹ്സിനൂന സുൻആ, അവർ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് താങ്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഈ അന്ധവിശ്വാസങ്ങളും ബിദ്അത്തുകളും ശിർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾ അല്ലേ, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി അത്തരം മക്കാമുകളിലേക്ക്, ദർഗകളിലേക്കൊക്കെ സാധാരണഗതിയിൽ തീർത്ഥാടനം പോകുന്ന ആളുകൾ. നമ്മുടെ ആവശ്യങ്ങൾ പറയാനാണ് അവിടെ പോണത്, ആഗ്രഹ സഫലീകരണത്തിനാണ് പോകുന്നത്. അതന്നെയല്ലേ ദുആ എന്ന് പറഞ്ഞാൽ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ പരലോകത്തെക്കുറിച്ച് ഓർമ്മട്ടാനോ വേണ്ടി അല്ലല്ലോ ആണ്ട് പോകുന്നത്. ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് നമ്മൾ പ്രത്യേക ലക്ഷ്യം വെച്ച് പോകുന്നത് എന്തുകൊണ്ടാണ്? ആരോ പറഞ്ഞു അവിടെ പോയ ആൾക്ക് ഇന്നത് സുഖമായി, ഇന്ന സുഖമായി, അപ്പോൾ അതൊരു സുഖപ്പെടുത്തുന്നതാണ്. ആ മരിച്ച ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് വെച്ചാൽ അത് ഈ ഭൗതികമായ കാരണങ്ങളിലല്ലോ അതിന്, അല്ലാതെ എങ്ങനെ അവർ ഇടപെടുക? അതന്നെയല്ലേ ശിർക്കാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണത്, പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ ഇഹലോകത്തെ പ്രവർത്തനങ്ങൾ പാഴായി പോയിരിക്കുന്നു. എന്നാൽ എന്ത് ചെയ്തിരിക്കുന്നു? ഈ പോണ ആളെന്താ വിചാരിക്കണത്? ഇതൊരു ദീനിയായ യാത്രയാണ്, ഇതിന് പരലോകത്ത് പ്രതിഫലം കിട്ടുന്നല്ലേ. അതന്നെ പറയണത്.
വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ പ്രവർത്തിക്കുന്നത് നല്ലതാണെന്ന് അവരെന്ത് ചെയ്യുന്നു, വിചാരിക്കുകയും ചെയ്യുന്നു എന്നാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇ. ഉലൈകല്ലദീന കഫറൂ, അക്കൂട്ടർ എന്തിരിക്കുന്നു, കഫറു അവർ അവിശ്വസിച്ചിരിക്കുന്നു, ബി ആയാത്തി റബ്ബിഹിം അവിടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിലും, വലിഖാഇഹി അവനെ കാണുന്നതിലും, പരലോകത്തിൽ അള്ളാഹുവിനെ നാളെ പരലോകത്ത് കണ്ടുമുട്ടും എന്ന കാര്യം അവർ വിശ്വസിക്കുന്നില്ല. ഉലൈകല്ലദീന കഫറു ബി ആയാത്തി റബ്ബിഹിം വലിഖാഇ ഫഹബിതത് അഅമാലുഹും, അങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും, നിഷ്ഫലമായി പോയിരിക്കുന്നു. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അതുകൊണ്ട് നാളെ ഖിയാമത്ത് നാളിൽ അവർക്ക് അവിടെ പറയുന്നത് യാതൊരു തൂക്കവും, വസ്ൻ യാതൊരു തൂക്കവും അതിന് നിർത്തുന്നതല്ല എന്നാണ്. യാതൊരു തൂക്കവും അതിന് അള്ളാഹു നിർത്തിക്കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനങ്ങളൊന്നും യാതൊരു അണുമണി തൂക്കം പോലും നാളെ തുലാസിൽ തൂങ്ങൂല. അപ്പോൾ കർമ്മങ്ങൾ ചെയ്ത് അതൊക്കെ തുലാസിൽ ഉണ്ടാവും വിചാരിക്കും, പക്ഷേ അവിശ്വാസത്തിലൂടെ ഷിർക്കിലൂടെ നമ്മുടെ കർമ്മങ്ങൾ എന്ത് ചെയ്യും, മുഴുവനും നിഷ്ഫലമായി പോകുന്നൊരവസ്ഥ നാളെ പരലോകത്തുണ്ടായിരിക്കുമെന്നാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ذَلِكَ جَزَاؤُهُمْ جَهَنَّمُ بِمَا كَفَرُوا ذَلِكَ جَزَاؤُهُمْ جَهَنَّمُ بِمَا كَفَرُوا وَاتَّخَذُوا آيَاتِي وَرُسُلِي هُزُوًا, അവർക്കുള്ള പ്രതിഫലം നരകമാകുന്നു. ذَلِكَ جَزَاؤُهُمْ ജഹന്നം. എന്താണ്? ബിമാ കഫറു അവർ അവിശ്വസിച്ചത് നിമിത്തം, വത്തഖദു ആയാത്തി എൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ സ്വീകരിച്ചു, വറുസുലി എൻ്റെ ദൂതന്മാരെയും ഹുസുവൻ പരിഹാസമായി. എൻ്റെ പ്രവാചകന്മാരെ, എൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ പരിഹാസ്യമാക്കുകയും ചെയ്തത് മൂലം അവർക്കുള്ള പ്രതിഫലം എന്താകുന്നു? നരകമാകുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കാത്ത ആളുകളുടെ ഒരു അമലുകളും നാളെ പരലോകത്ത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. ഇത് സൂറത്തു നൂർ 39-ലും സൂറത്ത് ഫുർഖാൻ 23-ലും എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമായിട്ട് ഇതേ കാര്യം അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസമില്ലാതെ നാളെ പരലോകത്തിലും സ്വർഗത്തിലും നരകത്തിലും അള്ളാഹുവിനും വിശ്വസിക്കാതെ കർമ്മങ്ങൾ പാഴായി പോകുന്നതിനെക്കുറിച്ച് ഖുർആൻ സൂറത്തു നൂറിലെ 39-ാമത്തെ വചനത്തിൽ പറഞ്ഞ കാര്യം, അത് മരുഭൂമിയിലെ മരീചിക പോലെയാണെന്ന്. അതായത് വിശാലമായി കിടക്കുന്ന മരുഭൂമി, ആ മരുഭൂമിയിൽ അതികഠിനമായ ദാഹം മൂലം വെള്ളം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവന് തോന്നും, വിദൂരത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ വെള്ളമുള്ള പോലെ തോന്നും, ശരിക്കും വെള്ളമുള്ള പോലെ തോന്നും. അവൻ്റെ ദാഹത്തിൻ്റെ കാഠിന്യം കൊണ്ട് അവന് തോന്നുന്ന ഒരു തോന്നൽ മാത്രമാണ്. എന്നാൽ വെള്ളം അവിടെ ഉണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ അവന് ആരോഗ്യമില്ല. എന്നാലും അവിടെ എത്തിയ വെള്ളം കിട്ടുമല്ലോ വിചാരിച്ച് ഇല്ലാത്ത ആരോഗ്യം ഉണ്ടാക്കി ക്ഷീണം വകവെക്കാതെ അവൻ അങ്ങോട്ടേക്ക് നടക്കും. അവിടെ എത്തുമ്പോഴോ അവിടെ ഒന്നും കാണൂല. അപ്പോൾ എന്തായിരിക്കും നോക്കും നിങ്ങൾ, ദാഹത്തിൻ്റെ കാഠിന്യം കൊണ്ട് അവിടെ എത്തുമ്പോൾ ഒന്നും കാണാതിരിക്കുമ്പോൾ അവൻ്റെ നിരാശ എത്രയായിരിക്കുന്നു. ഇതാണ് ഇഹലോകത്ത് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് വിചാരിക്കുന്ന അവിശ്വാസി നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഇതൊക്കെ പാഴായിപ്പോയി എന്നറിയുമ്പോൾ അവൻ്റെ ഖേദം, അവൻ്റെ ദുഃഖം എത്രമാത്രം ഉണ്ടാവും നോക്കും നിങ്ങൾ. വല്ലദീന കഫറൂ അഅ്മാലുഹും കസറാബിൻ ബിഖീഅ, സത്യനിഷേധികൾ അവിടെ പ്രവർത്തനങ്ങൾ എന്താണ്? ഒരു മരുഭൂമിയിലെ മരീചിക പോലെയാണ്. യഹ്സബുഹുൽ ളംആനു മാഅ, ദാഹിക്കുന്നവൻ അവിടെ വെള്ളമുണ്ടെന്ന് വിചാരിക്കും. ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ശൈഅ, അങ്ങനെ എട്ടങ്ങേറായി ബുദ്ധിമുട്ടി അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒന്നും കാണൂല. വവജദല്ലാഹ ഇൻദഹു ഫവഫാഹു ഹിസാബഹു, അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? അവൻ അള്ളാഹുവിനെ കാണും, അവൻ്റെ വിചാരണ പൂർത്തിയാകും. അള്ളാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു അതിവേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാകുന്നു. അപ്പോൾ ഇതാണ് ഒരു അവിശ്വാസിൻ്റെ അവസ്ഥ. പ്രതീക്ഷകളോടും
താൻ ഏറ്റവും നല്ലൊരു വഴിയിലാണ്, മാർഗത്തിലാണെന്ന് വിചാരിക്കും. പക്ഷെ അവിടെ ചെന്നാൽ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ വിശ്വാസിയോ, വിശ്വാസമുള്ളവൻ എന്ത് ചെയ്താലും പ്രതിഫലമാണ്. وَمَن يَعْمَلْ مِنَ الصَّالِحَاتِ وَهُوَ مُؤْمِنٌ فَلَا يَخَافُ ظُلْمًا وَلَا هَضْمًا. എന്നാൽ വിശ്വാസിയായിക്കൊണ്ട് ഒരാൾ പ്രവർത്തിച്ചാൽ അവൻ ഒരു അനീതിയും ഭയപ്പെടേണ്ടതില്ല. കാരണം അവൻ്റെ പ്രവർത്തനങ്ങൾ അവന് കിട്ടും. നാളെ പറഞ്ഞു എന്ത് ചെയ്താലും കിട്ടും. ഒന്ന് പുഞ്ചിരിച്ചാൽ പോലും അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശിർക്ക് വരാതിരിക്കാൻ, അവിശ്വാസം കടന്നു വരാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് അവർക്ക് വരാനിരിക്കുന്ന ഈ മഹാനഷ്ടത്തെക്കുറിച്ച്, മഹാപരാജയത്തെക്കുറിച്ച് അവർക്ക് എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ബാധ്യത കൂടെ നമുക്കെല്ലാവർക്കുമുണ്ട്. ഒരു പ്രാവശ്യം ഓതി വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഹസിബല്ലദീന കഫറൂ അൻ യത്തഖിദൂ ഇബാദി മിൻ ദൂനി ഔലിയാ ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുലാ. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാലാ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ക്ലാസ്സോടുകൂടെ നമ്മുടെ ഈ ഒരു സൂറത്ത് തീരും. ഇൻഷാ അല്ലാഹ് അതിന് ശേഷം നമ്മൾ പഠിക്കുന്ന ഭാഗം പിന്നീട് അറിയിക്കുകയും നമ്മുടെ പഠനം ഇൻഷാ അല്ലാഹ് തുടരുകയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഖുർആൻ പഠിക്കുകയും അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നവർ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവും.